ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അമ്മയും ബേബിയും ഞാനും അതുപോലെ തന്നെ വേദുട്ടനും അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇതാണ് ഞങ്ങളുടെ ടി വി. ഞങ്ങളുടെ വീട്ടിലെ ടി വി ഇതാണ്. ഒരുപാട് കാലമായിട്ടുള്ള ടി വി ആയിരുന്നു കേട്ടോ. ഒരു കേടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് പണി തരുന്നുണ്ട്. വർക്ക് ചെയ്യുന്നതിൽ ഒരുപാടായി ഇപ്പോൾ ടി വി വെച്ചിട്ട്. പണ്ടത്തെ ടി വി ആണല്ലോ ഇത്. ഇപ്പോഴൊന്നും ഇങ്ങനത്തെ ടി വി ഇറങ്ങുന്നില്ല എന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷേ കാര്യം എന്ത് പറഞ്ഞാലും നമ്മുടെ സ്മാർട്ട് ടി വിയെക്കാട്ടിലും നല്ലത് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് അച്ഛനും വേദും എണ്ണം കൂടിയിട്ട് അച്ഛൻ്റെ അവിടേക്ക് പോയി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ തിരിച്ചെന്നെ കാറ് കയറിക്കോ, നമ്മൾ പോവുകയാണ് പുതിയ ടി വി എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അച്ഛൻ്റെ വക ടി വി എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറേ വിചാരിക്കും ഞങ്ങൾ മാറ്റണം എന്ന്. പക്ഷേ കാര്യം എന്ത് പറഞ്ഞാലും ഈ ടി വി 10-25 വർഷം ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പൂക്കളം കാറ്റത്തൊക്കെ പറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആദ്യം അവർ ഡിക്കിയിൽ കയറ്റാൻ നോക്കി ടി വി, പക്ഷേ അത് കയറുന്നില്ല. കുറേ നോക്കി അടയണില്ല ഡിക്കി. അപ്പോൾ എന്താ ചെയ്ത് ഫ്രണ്ടിലത്തെ സീറ്റിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ബാക്കിലിരുന്നു. അപ്പോൾ ബേബിക്കൊരു അസുഖമുണ്ട്, ഏത് വണ്ടി പോയാലും ടാറ്റ കൊടുക്കാമെന്ന് വേദുവിന് കേട്ടോ. അപ്പോൾ അതൊക്കെ അവർ സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേദു അത് നോക്കുകയാണ് കേട്ടോ. അവരെന്താ ചെയ്യണത്, അവരെന്താ കാട്ടണം നോക്കുകയാണെങ്കിൽ കണ്ടോ, ഡിക്കിയിൽ ഇങ്ങനെയാണ് ടി വി ഇരിക്കുന്നത്. തിരിച്ച് വെക്കുമ്പോഴും അത് പറ്റുന്നില്ല. അപ്പോൾ എന്താ ചെയ്ത് ഫ്രണ്ടിൽ അങ്ങോട്ട് വെച്ചു. ഞങ്ങളെല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കിലിരുന്ന് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു മടിയിൽ ഇരുത്തി. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ടി വി എടുക്കാനും അതുപോലെ തന്നെ അച്ഛൻ്റെ വക ഓണക്കോടി എടുക്കാൻ പോകുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ ഇതിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരുപാടായി ഞാൻ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ അന്നങ്ങോട്ട് വിചാരിച്ചു ലോങ് വീഡിയോ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കൂട്ടുപാത എത്തിയപ്പോൾ ഞാൻ പറയായിരുന്നു ബേബിയോട് കേട്ടോ, ഞാൻ എന്നും കോളേജിൽ പോയി വരുമ്പോൾ ഇവിടെയാണ് ഇറങ്ങാറ് ബേബിക്കുട്ടിയെ എന്നാണ് കേട്ടോ പറയാറ്. ഞാൻ DED പഠിക്കാൻ പോയത് പാവർട്ടിയായിരുന്നു. അപ്പോൾ എന്നും കൂട്ടുപാത വന്ന് ഇറങ്ങും, തിരിച്ചു വരുമ്പോൾ അവിടെ ഇറങ്ങും. അപ്പോൾ അതാണ് ആ സ്ഥലം. 2 വർഷം അവിടെ ആയിരുന്നു എൻ്റെ സ്ഥിരം. അപ്പോൾ ഇതാ പോകുന്ന വഴിക്കുള്ള ബ്ലോക്കാണ് സഹിക്കാൻ പറ്റാത്ത. എന്താ അറിയില്ല, പട്ടാമ്പി ഇപ്പോൾ ഭയങ്കര ബ്ലോക്ക് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാട്ടോ. എത്ര നേരം നമ്മൾ അവിടെ നിൽക്കുകയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അവിടുത്തെ മറ്റേ ഏതോ ഒരു ഓഡിറ്റോറിയം എന്തോ ആണ് കേട്ടോ. അത് ഞങ്ങൾ പോയിട്ടില്ല. എപ്പോഴും നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ കാണും. അപ്പോൾ അതാ പാലത്തിൻ്റെ അവിടെ പോകുമ്പോൾ വേദു പോയാന്ന് പറയുകയാണ് കേട്ടോ. എപ്പോൾ അവനെ ഇത് കൂടെ പോയാലും അത് കാണണം. നമ്മുടെ മഴക്കാലമായ ഇത് നമ്മുടെ പട്ടാമ്പി എന്നുള്ള പാലം ഉണ്ടല്ലോ, നമ്മുടെ പട്ടാമ്പി പാലം കരകവിഞ്ഞൊഴുകുന്ന സീനാണ് നമ്മൾ കൂടുതൽ കണ്ട ബ്ലോക്ക് നിങ്ങൾ കണ്ടില്ലേ, അത്രയും ബ്ലോക്കായിരുന്നു പട്ടാമ്പിയിൽ. ഒരു തരി പോലും നമുക്കിങ്ങനെ നീങ്ങണേയില്ല. എത്രയോ മെല്ലെ മെല്ലെ പോകും, ദേഷ്യം വരും നമുക്ക്. ബൈക്കുകാരാണെങ്കിൽ നല്ല നൈസായിട്ട് ഇടയിൽ കൂടെ ഒക്കെ പോകും കേട്ടോ. നമുക്കത് പറ്റില്ലല്ലോ. അപ്പോൾ ഓട്ടോറിക്ഷ കേടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കാർ എടുത്തു എന്തായാലും. അപ്പോൾ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ കാർ ഏതായാലും സ്റ്റാർട്ടാക്കാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് സ്റ്റാർട്ടാക്കും ചെയ്യും. ഇതാണ് നമ്മുടെ പട്ടാമ്പി ഗുരുവായൂർ അമ്പലം കേട്ടോ. ചെറിയ ഗുരുവായൂർ അമ്പലം എന്നാ പറയുക കേട്ടോ. നമ്മുടെ സാക്ഷാൽ ഗുരുവായൂർ അമ്പലം ഇവിടെ ഗുരുവായൂർ ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ പട്ടാമ്പി ഗുരുവായൂർ അമ്പലം കേട്ടോ. ചെറിയ ഗുരുവായൂർ അമ്പലം എന്നാ പറയുക. ഇവിടേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പട്ടാമ്പി വർക്ക് ചെയ്യുമ്പോഴും ഇടയ്ക്ക് പോയി തൊഴാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ടൈം കിട്ടുമ്പോൾ. അപ്പോൾ അതാ ട്രാഫിക് പോലീസ് അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് വണ്ടികളോട് ഇങ്ങോട്ട് പോകണം, കുറച്ച് പേര് അവിടെ നിൽക്കണം എന്നൊക്കെ അവർ അവരുടേതായ രീതിയിൽ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ മേലെ പട്ടാമ്പിയുള്ള നന്ദിലത്ത് G-Martക്കാണ് കേട്ടോ പോകുന്നത്. അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ ആളെ കണ്ടൊന്നുമില്ല. അപ്പോൾ അത് അവിടെ ഇറക്കി നന്ദിലത്തിൻ്റെ ആ ഭാഗത്ത് ബാക്കിലിട്ട് കാർ പാർക്കിംഗ് ഉണ്ടായിരുന്നു. സെക്യൂരിറ്റിക്കാർ അവിടെ എന്തൊക്കെയോ പറഞ്ഞ് തല്ലുവിടുന്നുണ്ട് കേട്ടോ. 2 പേരും അവർ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് തല്ലുവിടുന്നുണ്ട്. അപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടോ. നന്ദിലത്തേക്കാണ് പോയത്. പോകുന്ന വഴിയുള്ള കാഴ്ചയാണ് നന്ദിലത്തിൻ്റെ ആ ഫസ്റ്റ് ഭാഗത്തുള്ള കാഴ്ച. നിങ്ങളൊന്ന് കണ്ടോക്കെ ഈ റോഡിൻ്റെ അവസ്ഥ. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കൂടെ പോകാൻ. ഇതാണ് കേട്ടോ നന്ദിലത്ത് G-Mart. ഓണത്തിൻ്റെ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ എല്ലാവിടെയും നടക്കുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ഇവിടെ പോയത് എന്താ വെച്ചാൽ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോയി എന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന കട ഏത് പോയാലും കണക്ക് തന്നെയാണ്. അപ്പോൾ വേദു ചെയ്തത് കണ്ടു. അവിടേക്ക് അങ്ങോട്ട് കയറുമ്പോൾ ചെരുപ്പ് ഊരിട്ടു. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു ചെരുപ്പ് ഊരിയിടേണ്ട മോനെ കയറിക്കോളൂ, അവൻ അത്രയും പാവം നല്ല കുട്ടി, വീട്ടിൽ ചെരുപ്പ് ഊരിട്ടല്ല നമ്മൾ അകത്തേക്ക് കയറുക. അങ്ങനെ കയറിയതാട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും ചിരിക്കുകയായിരുന്നു. ഇതാ TV ഓരോന്ന് നോക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം LGD അത് ഏതൊക്കെയോ നോക്കിയിട്ടോ. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, ഓഫർ ഉള്ളതുണ്ട് 16,500 17,500. നമുക്ക് തോരെ വിലയുടെയൊന്നും വേണ്ട, നമുക്ക് കാണാൻ പാകത്തിനുള്ള ഒരു TV മതി. 32 ഇഞ്ചിൻ്റെ TV ആണ് ഞങ്ങൾ വാങ്ങിയത്. 12 സംതിങ് ആയിരുന്നു. നമ്മുടെ പഴയ TV കൊടുത്തിട്ട് 9-ന് കിട്ടിയിട്ടോ ഓഫറും. അതുപോലെ തന്നെ ആളുടെ പരിചയത്തിൽ 500 രൂപയും കുറച്ചിട്ട് 9-ന് നമുക്ക് TV കൈ കിട്ടി. അത് പഴയ TVക്ക് നമുക്ക് 2,500 അവർ കിഴിച്ചു തന്നു കേട്ടോ. അതുകൊണ്ട് ഗുണമായി. പിന്നെ അതാ വലിയ TVകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വലിയ TV, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ, AC എല്ലാം ഉണ്ട് കേട്ടോ. നമുക്കിതൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ കയ്യിൽ ചിക്കിലി വേണം.
നമുക്ക് ചിക്കിലി ഉണ്ടെങ്കിലേ വാങ്ങാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ ഫോർമെൻറ്റിയുടെ ടി വി ആണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. നല്ല കമ്പനിയാണെന്നാണ് അവർ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും, യൂട്യൂബ് കണക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ കിഴിവൊക്കെ കുറച്ചിട്ട് 9 രൂപയ്ക്ക് കിട്ടി നമുക്ക്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് തോന്നി. അപ്പോൾ നമ്മൾ അതങ്ങോട്ട് ഫിക്സ് ചെയ്യാമെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടോ. പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്, അതുപോലെ തന്നെ AC എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ ഫ്രിഡ്ജുകളൊക്കെ കണ്ടു. ഞാൻ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് വീട് വെക്കുകയാണെങ്കിൽ ഞാൻ ഈ ടി വി വാങ്ങും, അല്ലേ ഞാൻ കാട്ടിത്തരാം കേട്ടോ. അത് ആ ടി വി ഇവിടെ ഉണ്ട്, ആ ടി വി വാങ്ങും, ഈ ടി വി വാങ്ങും, ഫ്രിഡ്ജ് അത് വാങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെറും പ്രഹസനം, വേറെ ഒന്നുമല്ല. അപ്പോൾ അതാ ഓരോ ടി വികളുടെ സൈസ് നിങ്ങൾക്കറിയാലോ, 32 ഇഞ്ച്, 34 ഇഞ്ച്, 38, 48, 52 അങ്ങനെ ഒരുപാട് ഇഞ്ചിൻ്റെ ഉണ്ട്. നമുക്ക് പിന്നെ കാണാൻ വേണ്ടി ഇത്ര വലുതൊക്കെ വാങ്ങിയിട്ട് കാര്യമില്ല. പിന്നെ എന്താ പ്രശ്നം, ഇതൊക്കെ കേട് വന്ന ബുദ്ധിമുട്ടാണ്, നേരാക്കാൻ നല്ല പൈസ വരും എന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അറിയില്ല. ഫ്രിഡ്ജുകൾ കണ്ടില്ലേ, ഡബിൾ ഡോർ ഫ്രിഡ്ജിന് എത്ര രൂപയാന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അവിടെ. ഇതിനൊക്കെ എത്രയാ ഞാൻ എനിക്ക് ഓർമ്മ. അവിടെ പ്രൈസ് എഴുതിയിട്ടുണ്ട് 89 അങ്ങനെ. ഈ ടി വിയാണ് ഞാൻ പറഞ്ഞത് ഗൈസ്, ഞങ്ങൾ ഈ ടി വി വാങ്ങുമെന്നാണ് കേട്ടോ പറഞ്ഞത്. എത്ര വലിയ ടി വിയാണ് അത്. ഇതൊക്കെ പണക്കാർ മാത്രമേ വാങ്ങുള്ളൂ കേട്ടോ. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ ഇത് വാങ്ങില്ല. ഞാൻ വെറുതെ ഡയലോഗ് അടിച്ചതാണ്. ഈ ടി വിയാണ് ഞങ്ങൾ വീട് വെക്കുമ്പോൾ വാങ്ങുക പറയുക കേട്ടോ അമ്മോട്. അപ്പം അമ്മ ഗംഭീരമായിട്ട് പറയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഫ്രിഡ്ജ് ഇരിക്കുന്നുണ്ട് കേട്ടോ. 1 ലക്ഷത്തിൻ്റെ 2 ലക്ഷത്തിൻ്റെയൊക്കെ ഫ്രിഡ്ജ്. ഇതൊക്കെ വാങ്ങണവരുണ്ടായിരിക്കില്ലേ? ഞാൻ അങ്ങനെ ആലോചിക്കുക, ഉണ്ടാവും. ശരിയാണ്, പണക്കാരുടെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ ഉണ്ടാവുക. 1 ലക്ഷത്തിൻ്റെയും 2 ലക്ഷത്തിൻ്റെയും ഫ്രിഡ്ജൊക്കെയാണ് അവർ വാങ്ങുക. നമ്മളൊക്കെ എത്രയുടെ 10 അല്ലെങ്കിൽ 15 അതിൻ്റെ ഉള്ളിലല്ലേ വാങ്ങുള്ളൂ. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തു, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കൂപ്പൺ എഴുതിയിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫ്രിഡ്ജിനെയാണ് ഗൈസ് 1 ലക്ഷത്തിൻ്റെയോ എത്രയൊക്കെ രൂപ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ജസ്റ്റ് ചുറ്റിക്കറങ്ങി. ഫോണുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. എൻ്റെ ഫോൺ മാറ്റാറായി, കാരണം അത് പണി തന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് ആ കൂപ്പൺ ലക്കി കൂപ്പൺ ഞങ്ങൾ എഴുതിയിട്ട് ഇട്ടു. ലക്കി ഡ്രോ കൂപ്പൺ നമ്മൾ എഴുതിയിട്ട് അതിൽ ഇട്ടിട്ടുണ്ട്. ഭാഗ്യം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, അത് കിട്ടുന്നില്ല. കാരണം കോടിക്കണക്കിന് ആൾക്കാർ അതിലിടുന്നതാണ്. ഏതെങ്കിലും ഒരാൾക്കോ 2 ആൾക്കോ 3 ആൾക്കൊക്കെ എന്നെ കിട്ടുള്ളൂ. അതിന് നമ്മളൊന്നും പേടില്ല. എന്നാലും വെറുതെ എനിക്കിടുക. അതിൽ TV ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, പിന്നെന്താ വാഷിംഗ് മെഷീൻ ഉണ്ട്, കാറുണ്ട്, പിന്നെന്താ അപ്പാർട്ട്മെൻറ്റോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഫോണുകൾ ഒരുപാട് അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഫോൺ എനിക്കൊന്ന് വാങ്ങിയിട്ടില്ല. എനിക്ക് ബഡ്ജറ്റ് എത്തിയിട്ടില്ല ഞങ്ങൾക്ക്. അതായിട്ട് വേണം ഞങ്ങൾക്ക് ഫോണൊക്കെ ഒന്ന് വാങ്ങാൻ. അപ്പോൾ TV ഒക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവരൊക്കെ ഇതാക്കി തന്നു. അപ്പോൾ പിന്നെ അച്ഛൻ്റെ വക ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഓണക്കോടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ കയറി കേട്ടോ. ഏട്ടൻ ഏതോ ഒരു കടയിൽ കൊണ്ടുപോയി നിർത്തി. വലിയ ഇതൊന്നും തോന്നിയില്ല അവിടെ ചെന്നപ്പോൾ. പിന്നെ വിലക്കുറവുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ബേബിക്ക് നോക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് നോക്കിയപ്പോൾ ഒന്നും നമുക്ക് അങ്ങോട്ട് പിടിക്കണ്ടായിരുന്നില്ല കേട്ടോ. ഉടുപ്പോളും അത്ര ഇഷ്ടം തോന്നിയില്ല. പിന്നെ എന്നാൽ വേദുവിനെ നോക്കിക്കഴിഞ്ഞിട്ട് ബേബിക്ക് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വേദുവിന് ആദ്യം ഈ യെല്ലോ കളർ എടുത്തു കേട്ടോ. അതും രസമുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു നല്ലതുള്ളത്, അതും രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്ലാക്ക്, ഇത് കുറച്ച് ലൂസായിരുന്നു. ഓരോ ടീഷർട്ട് നോക്കി. പിന്നെ അതുപോലെ തന്നെ ജീൻസ് ഒക്കെ നോക്കി കേട്ടോ. ജീൻസ് എടുത്തു. അവനെ നല്ല ഭംഗിയുള്ള ജീൻസുകളൊക്കെ ഉണ്ട്. ജീൻസിനൊക്കെ നല്ല വില കുറവാണ് കേട്ടോ. വിറ്റഴിക്കലും കാര്യങ്ങളുണ്ട്. 100 രൂപയൊക്കെ ഉള്ളൂ ജീൻസിന് ഗൈസ്. അതും നല്ല ക്വാളിറ്റി ഉള്ള ജീൻസിന് കേട്ടോ. ഈ ബനിയട്ട് നോക്കിട്ടോ. ബനിയ അമ്മ മറിച്ചിട്ടായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ കുട്ടി അപ്പോൾ അങ്ങോട്ട് തിരിച്ചിട്ട് നല്ല സ്റ്റൈലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് അതൊക്കെ ഇട്ട് കൊടുത്തു. 2 ബനിയനും എടുക്കണം വിചാരിച്ചു. പിന്നെ ഈ ബനിയൻ ഇട്ട് നോക്കിയിട്ട് ഇത് നല്ല പ്രിൻ്റൊക്കെ ഉള്ളത്, അത് നല്ല ഇഷ്ടമായി. അപ്പം എന്നാൽ അത് എടുക്കാമെന്ന് വിചാരിച്ചു. അതെടുത്തു കേട്ടോ. അതും പിന്നെ അതുപോലെ തന്നെ അവന് ജീൻസ് പാൻറ്റുമാണ് എടുത്തത്. അപ്പോൾ അച്ചമ്മയും അവനെ അതാണ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ജീൻസ് പാൻറ്റും അതും എടുത്തു കേട്ടോ. ഈ കളർ അവനില്ല ശരിക്കും. അല്ലേ ബേബിയെ? ഇത് ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ അതിനെക്കാറ്റൊക്കെ ഭംഗി കറുപ്പ് തോന്നിയോണ്ട് അതെടുത്തു. ഇപ്പം എനിക്ക് ഇങ്ങനെ വീഡിയോയിൽ നോക്കുമ്പോൾ ഒന്ന് ഇതെടുത്താൽ മതിയായിരുന്നു എന്ന്. പക്ഷേ ഞങ്ങൾ കറുപ്പായിട്ട് എടുത്തത്. കറുപ്പ് കറക്റ്റ് ഫിറ്റിൽ നല്ല രസത്തിൽ ഈ കറുപ്പാണ് കേട്ടോ. ഒരു പ്രിൻ്റ് നല്ലൊരു ലുക്ക് ഉണ്ട് അല്ലേ, ക്ലാസിക് ലുക്ക് ഉണ്ട് അല്ലേ? അത് കണ്ടോ, ഫുൾ കൈ ഇങ്ങനെ ഇതായിട്ട് ഫുള്ള് നല്ല രസമാണ്. അവൻ പോസ്റ്റ് ചെയ്തത് തന്നു കേട്ടോ. അപ്പോൾ അതെടുത്തു. ആദ്യം ഞങ്ങൾ വിചാരിച്ചു 2 എടുക്കണമെന്ന്. പിന്നെ വിചാരിച്ചു നമ്മൾ അച്ഛൻ്റെ വകയിൽ എടുത്ത് തരുന്നത്, അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവരുതല്ലോ, അപ്പോൾ ഒന്നെടുത്താൽ മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ അധികം വിലയൊന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട്. അപ്പോൾ എന്നാൽ ജീൻസ് പാൻറ്റും എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഈ പാൻറ്റ് ഇട്ട് നോക്കിയില്ല ബേബിയെ, ഇത് അവൻ്റെ കറക്റ്റ് ഫിറ്റാണേ. പക്ഷേ കുറച്ചും കൂടി ഒന്ന് പൊട്ടിക്ക് ഇതായി കഴിഞ്ഞാൽ തീരെ പാകല്ല, അതിന് കാര്യമില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്ത്, ഞങ്ങൾ കുറേ ജീൻസ് ഇട്ടോക്കിയിട്ട് അവസാനം ഞങ്ങളൊരു ജീൻസ് എടുത്തു. അപ്പോൾ അതിനെ കെട്ട് പോലതാ ഈ ജീൻസ് അല്ലേ, ഈ ജീൻസ് എടുത്തു. പിന്നെ ബേബിയുടെ ഡ്രസ്സ് സെക്ഷനിൽ പോയി ഞങ്ങൾ അവസാനം എന്തിലേക്കെത്തി, ടീഷർട്ടും ജീൻസ് എടുക്കാമെന്നാക്കിയിട്ട്. കാരണം അവൾക്ക് ഉടുപ്പും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അച്ഛമ്മയും അമ്മമ്മയും ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ചാച്ചൻ്റെ വക എന്നാൽ ഇതായിക്കോട്ടെ വിചാരിച്ചു കേട്ടോ.
അപ്പോൾ ജീൻസും അതുപോലെ തന്നെ ആ ഷർട്ടും ആണ് ഇട്ട് എടുത്തത്. അടിപൊളിയായിരുന്നു കേട്ടോ അവളുടെ ഡ്രസ്സ്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വെറുതെ ജസ്റ്റ് അവിടുത്തെ വീഡിയോ എടുത്ത് പിന്നെ എനിക്കൊരു ടോപ്പ് എടുത്ത് തന്നു കേട്ടോ അച്ഛൻ. അത് ഞാനിതിൽ കാണിച്ചില്ല, കാരണം ഞാൻ അത്രയും തെരഞ്ഞ് അവസാനം ഒന്ന് എനിക്കിഷ്ടപ്പെട്ടത് കിട്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ ബില്ലടിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. വേദുവിൻ്റെ ക്ഷമയൊക്കെ നശിച്ചു, കാരണം സമയം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ടോപ്പുകൾ കുറേതാ പിന്നെ അവിടെ നോക്കുമ്പോൾ കാണാണ്ടായിരുന്നു കേട്ടോ. അവിടേക്ക് നമ്മൾ ആദ്യം പോയില്ല, ഞങ്ങൾ ഏറ്റവും ബാക്കിയൊക്കെ പോയിട്ടാണ് നോക്കിയായിരുന്നു. ഞാൻ വെറുതെ അവിടേക്കൊക്കെ പോയി, കാരണം ഫ്രണ്ടിൽ ഇഷ്ടംമാതിരി ടോപ്പുകൾ കിടക്കുന്നുണ്ടായിരുന്നു. ടോപ്പിന് എത്ര 300, 400, 500 അങ്ങനെയൊക്കെ റേറ്റിലുണ്ട് കേട്ടോ. ഞാൻ 300 സംതിങ്ങിൻ്റെ ഒക്കെ എടുത്തേ. അപ്പോൾ ബേബി ഇത് അവിടെ നിന്ന് കോട്ടുവായിരുന്ന വീഡിയോ എടുത്തപ്പോൾ അവൾ പറഞ്ഞു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ എടുക്കാം അമ്മേ എന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബില്ലടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അധികം ഒന്നും ആയില്ല, എല്ലാവർക്കും കൊടുത്തു. പിന്നെ അമ്മയ്ക്ക് മാക്സി എടുക്കണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ വരുമ്പോൾ മാക്സി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വേണ്ട പറഞ്ഞു കേട്ടോ. ഏട്ടൻ എന്താ മുണ്ടൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവനെ ജ്യൂസൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൻ കാറിൽ നിന്ന് കുടിച്ചു കേട്ടോ. കുറേ നേരം വെള്ളമൊക്കെ കുടിച്ചു, കാരണം ഉച്ചയായല്ലോ. ഞങ്ങൾ വീട്ടിൽ ഫുഡെല്ലാം മീൻകൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വീട്ടിലെത്തിയിട്ട് ചോറുണ്ടാകുന്നുള്ളതിലായിരുന്നേ. അപ്പോഴേക്കും വിശന്ന് കൊട്ടലിൽ കരഞ്ഞിരിക്കുകയായിരുന്നു എല്ലാവർക്കും കേട്ടോ. പിന്നെ ഞങ്ങളവിടെ ഇറങ്ങിയതാ ഈ കടയിൽ നട്ടെടുത്ത് മാക്സ് വെഡ്ഡിങ് സെൻറ്റർ കേട്ടോ. ഒരു ഫാമിലിക്ക് ഉള്ളതൊക്കെ 1000 രൂപയ്ക്ക് ഒതുങ്ങുമെന്നാണ് കേട്ടോ പറയുന്നത്. അവിടെ പറയുന്നതാണ്, നമ്മൾക്കറിയില്ല. നമ്മൾ വേറെ ഒന്നും വാങ്ങിയില്ല, നമ്മുടെ ഈ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ കുറച്ച് നേരം വീട്ടിലെത്തേണ്ട തിരക്കായിട്ടോ, നമുക്ക് എത്തിയിട്ട് വേണം ഓരോന്ന് ചെയ്യാൻ. അപ്പോൾ ജ്യൂസും അതുപോലെ തന്നെ ഡയറി മിൽക്കും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ. അതൊക്കെ അവരപ്പം കഴിച്ചില്ല, കാരണം വീട്ടിൽ വന്നിട്ട് ചോറുണ്ടിട്ട് കഴിച്ചാൽ മതി എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തി അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി, കാരണം ചോറ് ഉണ്ണാതെ ഇതൊക്കെ കഴിച്ചാൽ പിന്നെ അവർ ചോറുണ്ണില്ല. അതെ, ഫ്രിഡ്ജിൽ പോലും വെക്കേണ്ട, അവളുടെ ജ്യൂസ് അവൻ്റെ കയ്യിൽ തന്നെ ആവണമെന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് കേബിളുകാർ വന്നു കേട്ടോ. അവർ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി വന്നു. എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ TV അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് നല്ല പാടുപെട്ടുട്ടോ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അറിയാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ.